Hi everyone, welcome to Binu's Hindi Learning Class. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും അല്ലേ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടൈമാണ്. ഈസി ആണെന്ന് എല്ലാവരും വിചാരിക്കും, പക്ഷേ ടൈമിൽ എന്താ പറയുന്നത്, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. വേറൊന്നുമല്ല, ഇപ്പം നമ്മൾ വിചാരിക്കും 1 മുതൽ 12 വരെ അല്ലേ, 1 to 12 നമുക്ക് ഹിന്ദിയിൽ एक दो तीन പറയാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ടൈം ഈസി ആയിരുന്നു. പക്ഷെ അതല്ല, ടൈമിൽ നമുക്ക് എന്താ പറയുക, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, അപ്പം നോക്കാം. ശരി, ആദ്യം തന്നെ ടൈമിലോട്ട് പോകുന്നതിന് മുമ്പാട് നമുക്ക് വേറൊരു കാര്യം അറിയാനുണ്ട്. എന്താന്നല്ലേ, വേറൊന്നുമല്ല, ഈ രാവിലെ തന്നെ, ഉച്ചക്ക്, രാത്രി, വൈകുന്നേരം, ഇതിനൊക്കെ എന്തെന്നാ ഹിന്ദിയിൽ പറയുന്നത് അറിയണ്ടേ? ഓക്കെ, അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ സുബ, സുബേ എന്ന് പറഞ്ഞാൽ രാവിലെ എന്നാണ്, സുബഹ എന്നാണ് കേട്ടോ എഴുതുന്നത്. അപ്പോൾ സുബ എന്ന് പറഞ്ഞാൽ എന്താണ്, രാവിലെ. അപ്പോൾ ഉച്ചയ്ക്ക് എങ്ങനെയാ പറയാ, ദോപ്പേർ, ദോപ്പേർ എന്നാണ് ഉച്ചയ്ക്ക് എന്ന് പറയുന്നത് കേട്ടോ. ദോപ്പേർക്കോ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക്, മനസ്സിലായോ? ഇനി അപ്പോൾ വൈകുന്നേരത്തിന് എന്താ പറയാ, ഈവനിങ്, ഷാം. ഓക്കെ, ഷാംകോ അനാഹെ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരണം, മനസ്സിലായോ? ശരി, ഇനി എന്താ, രാത്രി. എല്ലാവർക്കും അറിയാം അല്ലേ, രാത്രിക്കോ വരണം, രാത്രി വരണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് ടൈം എങ്ങനെ, ഇപ്പം നമ്മൾ പറയണം ഒരാൾ രാവിലെ 7 മണിക്ക് വരണം എന്ന് പറഞ്ഞാൽ 7 മാത്രം അറിഞ്ഞാൽ പോരാ അല്ലേ. സുബ 7 ബജെ ആനാ ഹേ, അങ്ങനെ പറയണം നമ്മൾ അല്ലേ. അതിനാണ് ഞാൻ ഇതും കൂടി ഒന്ന് പറഞ്ഞു തന്നെ കേട്ടോ. ശരി, ഇനി നമുക്ക് ടൈം നോക്കാം. ആദ്യം തന്നെ 1 മണി. 1 മണിന് എന്താ പറയുക, 1 ബജെ അല്ലേ. 1 ബജെ എന്ന് പറഞ്ഞാൽ 1 o'clock. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ എന്താ പറയുക, സർക്കിൾ പറയാം. 1:15, 1:15 എന്താ പറയുക ഹിന്ദിയിൽ, സവാ 1. ഓക്കെ, സവാ 1 ബജെ. അപ്പോൾ 1:30-നെയോ, 1:30-നെ പറയുന്നത് 1:30 ബജെ, 1:30 ബജെ. മനസ്സിലായോ? കാരണം അത് ശ്രദ്ധിക്കാനുണ്ട്, 1-നും 2-നും മാത്രം വരുന്ന ഡിഫറൻസ് ആണ്. നിങ്ങൾക്കത് മനസ്സിലാവും മുന്നോട്ട് പോകുമ്പോൾ കേട്ടോ. അപ്പോൾ 1:30 മണി എന്ന് പറയുന്നത് 1:30 ബജെ എന്നാണ് കേട്ടോ. ശരി, ഇനി 1:45 ആണെങ്കിലോ, അവിടെ പറയുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും. അവിടെ വരുന്നത് പോനെ 2 ബജെ എന്നാണ്. അവിടെ ദോയാണ് നമ്മൾ, അല്ലാണ്ട് പോനെ 1 ബജെ എന്നല്ല പറയണേ. 1:45 ആണ്, പക്ഷേ പറയുമ്പോൾ പോനെ 2 ബജെ. മനസ്സിലായോ? കുറച്ചൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് എന്താ, 2 മണി. 2 മണിയാണെങ്കിൽ 2 ബജെ. അപ്പൊ 2:15-നോ, സവാ 2 ബജെ. അതിനൊന്നും മാറ്റില്ല. പക്ഷേ 2:30 ആണെങ്കിലോ, നമ്മൾ 1:30 എന്താ പറഞ്ഞ, 1:30 ബജെ എന്നാ അല്ലേ. അപ്പൊ 2:30 ആണെങ്കിൽ 2:30 ബജെ, 2:30 ബജെ. മനസ്സിലായോ? ഈ ഡിഫറൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇത് നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്നതാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒന്നും കൺഫ്യൂഷൻസ് ഇല്ല കേട്ടോ. 1:30 എന്നുള്ളത് 1:30 ബജെ ആണെന്നും 2:30 എന്നുള്ളത് 2:30 ബജെ എന്നാണെന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ശരി. അപ്പോൾ 2:45-നോ, പോനെ 3 ബജെ, പോനെ 3 ബജെ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഒരുപോലെയല്ല, 3 മണി. 3 മണി എന്ന് പറയുന്നത് 3 ബജെ. 3:15 ഞാൻ പറയണ്ട, നിങ്ങൾ പറഞ്ഞു. സവാ 3 ബജെ. 3:30 എങ്ങനെയാ, 1:30 1:30 ബജെ, 2:30 2:30 ബജെ, 3:30 3:30 ബജെ. മനസ്സിലായോ? അപ്പോൾ അതിന് ഡിഫറൻസ് ഉണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാം ഒരുപോലെയാ. 3:30 ബജെ, 4:30 ബജെ, 5:30 ബജെ, 6:30 ബജെ, 7:30 ബജെ, 8:30 ബജെ, 9:30 ബജെ, 10:30 ബജെ. അതെല്ലാം അങ്ങനെയാണ്. 11:30, 12:30. മനസ്സിലായോ? ഇനി ഇവിടുന്ന് ഒന്നും ഡിഫറൻസ് ഇല്ല. നമുക്ക് വരുന്നത് എവിടെയാണ്, 1:30-ക്കും 2:30-ക്കും. അത് മാത്രം പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ നമ്മൾ എന്താ, 3:30 പറഞ്ഞു. 3:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ 3:45, പോനെ 4 ബജെ. ഓക്കെ, ശരി. ഇനി നമ്മൾ ചെറുത് നോക്കാം. 3 മണിയാവാൻ 5 മിനിറ്റ്. എങ്ങനെയാ പറയാ, 3 ബജനെ മേം 5 മിനിറ്റ് ബാക്കി ഹേ. 3 ബജനെ മേം 5 മിനിറ്റ് ഹേ. രണ്ടും ശരിയാണ്. ബാക്കി എന്നൊന്നും അത് സ്പീഡിൽ പറയുന്നവർ പറയാത്തുള്ളൂ.
3 बजने में 5 मिनट बाकी है. 3 बजने में 5 मिनट. മനസ്സിലായോ? 3 മണിയാവാൻ 5 മിനിറ്റ്. ഓക്കെ, ശരി. ഇനി 3 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയെന്ന് പറയാന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇവിടെ 3ന്റെ അവിടെ ചാറോ പാഞ്ചോ അത് നമുക്ക് മാറ്റി യൂസ് ചെയ്യാം കേട്ടോ. അതിനൊന്നും ഒരു ഡിഫറൻസ് ഇല്ല. ഞാൻ ഒരുപോലെ ഇരിക്കാൻ വേണ്ടി പറയുന്നതാ. ഓക്കെ, 3 മണി കഴിഞ്ഞ് 10 മിനിറ്റ് അതെങ്ങനെ പറയാം? 3 ബജ്കർ കഴിഞ്ഞു അല്ലേ? ബജ്നേമേ എന്ന് പറയുമ്പോൾ കഴിഞ്ഞിട്ടില്ല. 3 ബജ്കർ 10 മിനിറ്റ് 3 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയി. അതല്ലെന്നുണ്ടെങ്കിൽ 3 ബജ്കർ 10 മിനിറ്റ് 3 മണി കഴിഞ്ഞ് 10 മിനിറ്റ് അങ്ങനെയും പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ശരി, ഇനി 20 മിനിറ്റ് ആണെങ്കിൽ 3 ബജ്കർ 20 മിനിറ്റ്. 3 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണെങ്കിൽ 3 ബജ്കർ 15 മിനിറ്റ് അല്ലേ? അല്ല, സവാ 3 ബജേ. ഓക്കെ, അങ്ങനെയാണ് പറയാം കേട്ടോ. സവാ 3 ബജേ ഞാൻ ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളൊന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആക്കിയതാണ് കേട്ടോ. ശരി, അപ്പൊ നമ്മളെങ്ങനെ പറയണ്ടേ? 20 മിനിറ്റ് ആയിട്ട് എനിക്ക് അങ്ങനെ പറയാം. 3 ബജ്കർ 20 മിനിറ്റ്. ഓക്കെ, അതുപോലെ തന്നെ 3:50 എങ്ങനെ പറയാ? 4 बजने में 10 मिनट बाकी है. 4 बजने में 10 मिनट है. അതല്ലെങ്കിൽ 3:50 ഈ എന്താ പറയാ 10-20 ഹിന്ദിയിലെ മറ്റുള്ള കാര്യങ്ങൾ അറിയുന്നവർക്ക് അതും യൂസ് ചെയ്യാം. ഇപ്പൊ 50 50 പറയാൻ അറിയാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ പറയാം കേട്ടോ. 4 बजने में 10 मिनट बाकी है. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. എന്താ പറയാ, ടൈം എന്ന് പറയുന്നത് വലിയ റിസ്ക് ഫാക്ടർ അല്ല. പക്ഷെ നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ഈ ഹിന്ദിക്കാർ മാത്രം എനിക്ക് തോന്നുന്നു ടൈം ഒരു 90% ആൾക്കാരും ടൈം പറയുന്നത് അത് ഹിന്ദിയിൽ തന്നെയാണ്. നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മളൊക്കെ പറയാം 3:45 ആയി അങ്ങനെയല്ലേ പറയുന്നത്. പക്ഷെ അവരിലേക്ക് നോക്കുമ്പോൾ ഇവിടെയൊക്കെ അങ്ങനെയാണ്. ഒരുപാട് പേരും എന്താ പറയുക ഹിന്ദിയിലാണ് ടൈം പറയാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഹിന്ദിക്കാരുടെ ഇടയിൽ ഇറങ്ങുന്നവർക്ക് എന്ത് വന്നാലും ടൈം അറിഞ്ഞ് തന്നെ ഇരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് ഇങ്ങനെ ഒരു സീരീസിൽ തന്നെ ഇട്ടത് കേട്ടോ, ചെറിയ വീഡിയോ അല്ലാതെ. പിന്നെ നമുക്ക് 1-2 സെന്റൻസുകളും കൂടി പറഞ്ഞു നോക്കാം. ഓക്കെ, ശരി. നമ്മളിപ്പോൾ പറയാണ്, ഒരാളോട് പറയാം, നീ നാളെ രാവിലെ 7 മണിക്ക് വരണം കേട്ടോ. എങ്ങനെയാ പറയാ? ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞില്ലേ, ആ കൽ സുബ 7 ബജെ ആനാ ഹെ. രാവിലെ എന്ന് പറഞ്ഞുകൊണ്ട് സുബ, രാത്രിയാണെങ്കിൽ रात को 7 बजे आना है. ഇനി ഉച്ചയ്ക്ക് വരണമെന്നാണെങ്കിലോ कल दोपहर को आना है. ഓക്കെ, ഇത്രേ ഉള്ളൂ. വളരെ ഈസിയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ് കാണാം കേട്ടോ. ബൈ.